തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലും വലിയ തട്ടിപ്പാണ് നടന്നത്. എനിക്കിപ്പമുള്ള ഏലപ്പാറ സ്വദേശി 15 ലക്ഷം രൂപയാണ് തന്റെ 2 മക്കൾക്കും ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഈ തട്ടിപ്പ് സംഘത്തിന് നൽകിയത്. ചേട്ടാ, എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പ് സംഘം നിങ്ങളെ സമീപിച്ചത്? ഇത് ബോണാമി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബെന്നി എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്ന് ഇത് വന്നിട്ട് പുതിയതായിട്ട് ഒരു ബ്ലോക്ക് ഓപ്പൺ ആകുന്നുണ്ട്. അവിടെ വന്നിട്ട് മാനേജ്മെൻറ്റ് കോട്ടയില 100% ജോലിയാണ്. ആദ്യം രൂപ കൊടുത്താലേ എല്ലാ ഡോക്യുമെൻറ്റും മുന്നോട്ട് മൂവ് ആകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പൈസ മേടിച്ചത്. എത്ര രൂപ കൊടുത്തായിരുന്നു? 15 ലക്ഷം. 2 പേർക്കും കൂടെ? 2 പേർക്കും കൂടെ. എന്നിട്ട് പിന്നീട് ബന്ധം അങ്ങനെ ഒന്നുമില്ല? പിന്നെ ഒരു കുറച്ച് ദിവസം ബന്ധം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവരിങ്ങനെ ലെറ്റർ അയച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫോൺ വിളിയുമില്ല, ഒരു കോണ്ടാക്റ്റ് ഇല്ല. അത് കഴിഞ്ഞ് ഈ ബെന്നി എന്ന് പറയുന്ന എല്ലാവരും പോയി അവിടെ തപ്പിയപ്പോഴാണ് പറഞ്ഞ് ശ്രീചിത്രയിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അന്ന് തൊട്ട് മറ്റേ പുള്ളിക്കാർ രാജേഷ് എന്ന് പറയുന്ന ആളും ഒരു കോണ്ടാക്റ്റും ഇല്ല. ആളിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. രാജേഷ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന ബെന്നി വിളിച്ചിട്ട് വന്നാൽ കണ്ടതൊക്കെ. എത്ര തവണ വന്നിട്ടുണ്ട്? 2 തവണ വന്നിട്ടുണ്ട്. പൈസ നേരിട്ടാണ് കൊടുത്തത്? അല്ല, പുള്ളിയുടെ ബാങ്കിലാണ് കൊടുത്തത്. പിന്നീട് ഈ രാജേഷ് എവിടെയുള്ള ആളാണ് എന്ന് സംബന്ധിച്ചതിലും? പുള്ളി പാപ്പനം കൂടെ. പുള്ളിയുടെ അഡ്രസ്സ് കാര്യങ്ങൾ പുള്ളിയുടെ ആധാറൊക്കെ ആദ്യം തന്നായിരുന്നു. ഡീറ്റെയിൽ ഒക്കെ ഞാനിവിടെ ഉള്ളതാ. അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിച്ചത്. ഈ പൈസ കൊടുത്ത് എത്ര ദിവസം കഴിഞ്ഞ ശേഷം ഈ അപ്പോയിൻമെന്റ് ലെറ്റർ ഒക്കെ അയച്ചത്? ഇത് കൊടുത്ത് ഒരു 2 മാസം കഴിഞ്ഞോണ്ട് വന്നായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോയിൻമെന്റ് ലെറ്റർ ആയിട്ട് നിങ്ങൾ ശ്രീചിത്രയിൽ പോയോ? അല്ല, ശ്രീചിത്രയ്ക്ക് പോകുമ്പം പിന്നെയും ഫോൺ വിളിച്ച് ഇങ്ങനെ പറയും, ഇപ്പം എല്ലാം വീണ്ടും മാറ്റി വെച്ചെന്ന് പറഞ്ഞ് വീണ്ടും ഒരിക്കൽ ഫോണിൽ കൂടെ ഇങ്ങനെ വിളിച്ച് ഇനി വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ അങ്ങനെ ഇതായിപ്പോയത്, കോണ്ടാക്റ്റ് ഇല്ലാതെ പോയത്. ഈ മറ്റാരെങ്കിലും ഇത്തരത്തിൽ തട്ടിപ്പിനിരയായ ആരെങ്കിലും ഒരുപാട് പേര് നിങ്ങളുടെ നാട്ടിലുണ്ടോ? ഇതിപ്പം നമ്മുടെ ബെന്നി അങ്ങനെ വന്നിട്ട് തന്നെ ഞങ്ങൾ 7 പേരുണ്ട്. ഈ ബെന്നിയും ഈ ഷിനോജാണ് ഈ പ്രതികരണം തരുന്നത്. ഷിനോജ് നമുക്കൊപ്പം തത്സമയം ചേരുകയും ചെയ്യുന്നുണ്ട്. ഷിനോജ്, ഇപ്പോൾ ആളുകൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് എന്ന് പറയുകയാണ്. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, ഇതൊക്കെ എളുപ്പത്തിൽ ജോലി കിട്ടുമെന്ന് കരുതിയ ആളുകൾ ഇപ്പോഴും ഇങ്ങനെ പണം കൊടുക്കാൻ ഉണ്ടായി പോകുന്നതാണ് ഇത്തരം പറ്റിപ്പുകാരെ യഥേഷ്ടം വിലസാൻ വേണ്ടി ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൽ നിന്നും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ വേറെ ആരെങ്കിലും ഒക്കെ ഈ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്നാണോ? ദിവിഷ, ഈ തട്ടിപ്പിനിരയായി നിലവിൽ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്ന ഈ 7 പേർ, ഈ 7 പേരുടെയും സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെ വലിയ പണമുള്ള കുടുംബമൊന്നുമല്ല. ഇവരെല്ലാം പണം നൽകിയിരിക്കുന്നത് പലയിടത്തു നിന്ന് കടം വാങ്ങിയും പണയം വെച്ചുമൊക്കെയാണ് ഈ പണം നൽകിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് രാവിലെ സംസാരിച്ച ഏലപ്പാറ സ്വദേശി ഈ 15 ലക്ഷം രൂപ നൽകിയിരിക്കുന്നത് തൻ്റെ മകളെ, മൂത്ത മകളെ കെട്ടിച്ചയച്ചു. ആ കെട്ടിച്ചയച്ച സ്വർണം ഉൾപ്പെടെ പണയം വെച്ചാണ് ഇത്തരത്തിൽ ഈ പണം നൽകിയിരിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ പണം നഷ്ടപ്പെട്ട ഈ 7 8 കുടുംബങ്ങൾ അവർ ഒരു തരത്തിലും ഈ പരാതിയുമായോ മറ്റെന്തെങ്കിലും തരത്തിൽ നടപടിയുമായോ മുന്നോട്ട് പോകില്ല എന്ന് കൃത്യമായ രീതിയിൽ ഉറപ്പ് ഈ തട്ടിപ്പ് സംഘത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഈ അവർ പിക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു തരത്തിലും ഈ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പുള്ള കുടുംബങ്ങളെയൊക്കെയാണ് ഈ തട്ടിപ്പ് സംഘം അവരുടെ ഈ വലയിൽ കുടുക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്നലെ രാവിലെ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ നിരവധി ആളുകൾ ഇത്തരത്തിൽ തങ്ങൾക്ക് ഈ ഒരുപക്ഷെ ഈ പണം നഷ്ടപ്പെട്ടു, പക്ഷേ ഞങ്ങളുടെ മുഖമൊക്കെ വരുന്നതിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ വാർത്തകളൊക്കെ തന്നെ, കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരണം. ഇതിൽ പണം കൊണ്ടുപോയവരൊക്കെ തന്നെ സമൂഹത്തിന് മുന്നിൽ പുറത്തു വരണമെന്നൊക്കെ ആഗ്രഹിച്ച് നിരവധി പേർ നമ്മളെയൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ഈ തട്ടിപ്പ് സംഘത്തിന് ഇരയായിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ ഇത്തരത്തിൽ വലിയ തട്ടിപ്പ്, കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്, അവിടെ ക്ലർക്ക് പോസ്റ്റിൽ ജോലി വാങ്ങി കൊടുക്കാമെന്ന് പറയാൻ ഇത്തരത്തിൽ 15 ലക്ഷം രൂപ ഇത്തരത്തിൽ ഈ ഏലപ്പാറ സ്വദേശിയുടെ കയ്യിൽ നിന്ന് ഈ തട്ടിപ്പ് സംഘം വാങ്ങിയ സമയത്ത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു നവംബറിലാണ് ആദ്യം ഈ രാജേഷിനെ ഈ പറയുന്ന ഏലപ്പാറ സ്വദേശി കാണുന്നത്. വീട്ടിൽ എന്നാണ് കാണുന്നത്. തുടർന്ന് നവംബറിൽ, ഡിസംബറിൽ വീട്ടിൽ വീണ്ടും വരുന്നു, ജനുവരിയിൽ വരുന്നു. അങ്ങനെ നീണ്ട കാലയളവ് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഇത്തരത്തിൽ പണം വാങ്ങുന്നത്. അങ്ങനെ ഒരു തരത്തിലും സംശയം തോന്നിക്കാത്ത തരത്തിൽ വളരെ വിശ്വസനീയമായ രീതിയിലാണ് ഇത്തരത്തിൽ പണമൊക്കെ തന്നെ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആർക്കും ഒരു തരത്തിലുള്ള സംശയവും തോന്നിയില്ല. പ്രത്യേകിച്ച് കൃത്യമായ രീതിയിൽ ഒരു ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ഫേക്ക് ഇത്തരത്തിലുള്ള ഈ അപ്പോയിൻമെന്റ് ലെറ്ററും ഒക്കെയാണ് ഈ കുടുംബത്തിന് നൽകിയത്. അങ്ങനെ കുടുംബം വിശ്വസിക്കുകയാണ് ഇത് ഒറിജിനലാണെന്ന് പറഞ്ഞ് ഉടൻ തന്നെ ഈ അപ്പോയിൻമെന്റ് ലെറ്ററുമായി ശ്രീചിത്രയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി സമയം വേണ്ടി വരുമെന്ന തരത്തിലുള്ള നിർദ്ദേശമൊക്കെ ലഭിക്കുന്നത്. അങ്ങനെ 2-3 തവണ ഇത്തരത്തിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണമെന്ന് നിർദ്ദേശം വന്നതിന് പിന്നാലെയാണ് ഈ കുടുംബത്തിന് അങ്ങനെ വൈകിയപ്പോഴാണ് ആളുകൾക്ക് സംശയം തോന്നിയും അതിപ്പോൾ പരാതിയുടെ രൂപത്തിലൊക്കെ വരികയും ചെയ്തത്. ശരി ഷിനോജ.